സ്പൈഡർമാൻ കാണാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇല്ലീഗലായിട്ട് പണം ഉണ്ടാക്കാൻ പോയതാണ് രാവിലെ. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട് കോല് വെട്ടാൻ പോയി. കോല് വെട്ടിയിട്ട് വന്നപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ല മടി. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിനെ വിളിച്ചു. അവള് കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇന്നൊരു ദിവസം കൊണ്ട് ചുറ്റും കെട്ടിക്കഴിയണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വാശിപ്പുറത്താണ് ഞാൻ ഇന്ന് പണിക്കിറങ്ങിയത്. ഇന്ന് ഏകദേശം കെട്ടിക്കഴിഞ്ഞെങ്കിലും മഴ ചതിച്ചു. ഇന്ന് കെട്ടിയത് മതി, ഇനി ബാക്കി നാളെ കെട്ടാന്ന് പറഞ്ഞിട്ട് നല്ല മഴ പെയ്തു. എന്റെ സ്വഭാവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പരിപാടി തുടങ്ങി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഫോളോ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എനിക്ക് അതിന് പിന്നാലെ നിന്നൊരു ബൂസ്റ്റപ്പ് വേണം. അങ്ങനെ എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. അങ്ങനെ പണിയെടുത്ത് ക്ഷീണിച്ച് എനിക്ക് കഴിക്കാൻ അരിയുണ്ടൊക്കെ കൊണ്ടു തന്നു. പിന്നെ അവളും ഉണ്ടായിരുന്നു കൂടെ. രണ്ടുപേരും ഒരുമിച്ച് ഏകദേശമൊക്കെ തീർത്തു. ഇന്ന് അമ്മ ഞങ്ങളെ വിളിക്കാതെ ജനനായകൻ സിനിമ കാണാൻ പോയി, ഇവരുടെ അയൽക്കൂട്ടത്തിൽ എല്ലാവരും കൂടെ. ഞാനതറിഞ്ഞില്ല. കാര്യമില്ല. അതിന് പ്രതികാരം വീട്ടാൻ ഞാൻ രാത്രി സ്പൈഡർമാൻ കാണാൻ പോകും. പക്ഷെ എപ്പോഴും പെട്ട് കിടക്കുന്ന ചേച്ചിയാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ തെണ്ടാൻ പോകുമ്പോഴൊക്കെ ചേച്ചിനെ വിളിച്ചിട്ടാണ് പോവുക. പിന്നെ ഇന്ന് പണിയെടുക്കാൻ കൂട്ടിന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ കൈക്കൂലിയും കൊടുക്കണം കേട്ടോ. മിഠായി, കേക്ക് അതൊക്കെ കൊടുത്താലേ അവർ നിൽക്കുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം കെട്ടിയിട്ട് ഇതുപോലെയായി. ഇനി നാളെ നെറ്റ് വെച്ച് മറച്ചാൽ കഴിഞ്ഞു. അപ്പോൾ നാളെ കാണാം. ബൈ.